വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ മറ്റുള്ള വീഡിയോയും കാണുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് മുടി കൊഴിച്ചിലും അതുപോലെ മുടി നല്ല രീതിയിൽ സമൃദ്ധിയായി വളരുന്നതിനും വേണ്ടിയുള്ള ഒരു ബ്യൂട്ടി ടിപ്സാണ്. മുടി വളർത്താൻ സഹായിക്കുന്ന സിമ്പിൾ ഒരു എണ്ണയാണ് ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിലുള്ളൂ. പണ്ട് കാലം മുതലേ നമ്മുടെ മുടി വളർത്താൻ വീട്ടിൽ കാച്ചിയിരുന്ന എണ്ണ ഉപയോഗിക്കുന്ന പലർക്കും ഒരു ശീലമാണ്. പല ചേരുവകൾ ചേർത്ത് വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുന്ന എണ്ണകൾ മുടിക്ക് ബലവും തിളക്കവും നൽകാൻ സഹായിക്കും. പണ്ടൊക്കെ മുത്തശ്ശിമാർ സമയമെടുത്ത് ചെയ്തിരുന്നതാണ് എണ്ണ കാച്ചൽ. എന്നാൽ ഇന്ന് പണ്ടൊക്കെ മുത്തച്ഛിമാരാണ് എണ്ണ കാച്ചാൻ അധികമായി സമയം കണ്ടെത്തിയിരുന്നത്. പക്ഷേ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കാച്ചിയെടുക്കാൻ കഴിയുന്നതാണ് ഈ എണ്ണ. മുടിക്ക് നല്ല ഭംഗിയും നൽകാൻ ഇതിന് സഹായിക്കും. ഇതിന് നമുക്ക് ആദ്യമായി വേണ്ടത് വെളിച്ചെണ്ണയാണ്. മുടി വളർത്താൻ ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ. മുടിക്ക് കട്ടിയില്ലെങ്കിൽ നന്നായി വെളിച്ചെണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകും. മുടി കൊഴിച്ചിൽ സഹായിക്കുന്ന ധാരാളം ഘടകങ്ങൾ വെളിച്ചെണ്ണയിലുണ്ട്. മാത്രമല്ല അകാല നിറം മാറുവാനും വെളിച്ചെണ്ണയ്ക്ക് കഴിയും. രോമകൂപങ്ങളെ ഉത്തേജിപ്പിച്ച് വേരിൽ നിന്ന് മുടിയെ ബലപ്പെടുത്താനും കൊഴിച്ചിൽ മാറ്റാനും വെളിച്ചെണ്ണയ്ക്ക് കഴിയാറുണ്ട്. മുടി കൊഴിച്ചിൽ അമിതമായിട്ടുള്ളവർ വെളിച്ചെണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് അടുത്തത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അടുക്കളയിൽ നമുക്ക് ധാരാളമായി ചെറിയ ഉള്ളി ലഭിക്കുന്നുണ്ട്. കറികൾക്ക് രുചി കൂട്ടാൻ മാത്രമല്ല നന്നായി മുടി വളർത്തുവാനും ചെറിയ ഉള്ളിക്ക് സഹായിക്കും. മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നതാണ് ചെറിയ ഉള്ളി. ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫറാണ് മുടി കൊഴിച്ചിൽ തടയാൻ ഏറ്റവും അധികം സഹായിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അടുത്തതായിട്ട് മുടി വളരാൻ നല്ലത് ആവണക്കെണ്ണയാണ്. മുടി വളർത്താൻ ബെസ്റ്റാണ് ആവണക്കെണ്ണ. നല്ല കൊഴുപ്പുള്ള എണ്ണയാണ് ആവണക്കെണ്ണ. വരണ്ട തലയൊട്ടി, മുടിയുടെ കട്ടിക്കുറയൽ, മുടിയുടെ അറ്റം പിളരൽ, മുടി കൊഴിച്ചിൽ എന്നിവയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു എണ്ണയാണ് ആവണക്കെണ്ണ. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാണ് ഈ എണ്ണയിലുള്ളത്. മുടിക്കും തലയോട്ടിക്ക് ഈർപ്പം നൽകാൻ ഏറ്റവും മികച്ചതാണ് ആവണക്കെണ്ണ. മുടിയെ ബലപ്പെടുത്തുന്ന ഒമേഗ 6, ഒമേഗ 9 എന്നിവയിൽ സമ്പുഷ്ടമാണ് ആവണക്കെണ്ണ. അടുത്തതായിട്ട് ഉലുവയാണ്. മുടിക്ക് ആവശ്യമായ പല പോഷകങ്ങളും നൽകുന്നതാണ് ഉലുവ. മുടിക്ക് ആവശ്യമായ പല പോഷകങ്ങളും നൽകുന്ന ഒന്നാണ് ഉലുവ. വെറും ദിവസം കൊണ്ട് മുടിക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉലുവയ്ക്ക് കഴിയും. ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡുകൾ മുടി കൊഴിച്ചിൽ തടഞ്ഞ് മുടി വേരിൽ നിന്നും ബലപ്പെടുത്തി വളർത്തിയെടുക്കാൻ ഉലുവയ്ക്ക് സഹായമുണ്ട്. പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിദത്തമായ രീതിയിൽ മുടി വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. അതുപോലെ കറിവേപ്പിലയാണ് അടുത്തത്. വെറുമൊരു ഇലയായി നമുക്ക് കറിവേപ്പില തള്ളിക്കളയേണ്ട. മുടി വളരാൻ ഏറെ മികച്ചതാണ് കറിവേപ്പില. ഇത് മുടിക്ക് നല്ല ബലവും ആരോഗ്യവും നൽകും. മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും. ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾ നിർവീര്യമാക്കി മുടി ആരോഗ്യമുള്ളതാക്കാൻ സഹായിക്കുന്നു. മുടി കൊഴിച്ചിൽ മാറാനുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങളിലൊന്നാണ് കറിവേപ്പില. മുടിക്ക് നല്ല നിറം നൽകുവാനും കറിവേപ്പിലയ്ക്ക് സഹായിക്കും. അടുത്തത് കരിഞ്ജീരകമാണ്. മുടിയുടെ പ്രിയപ്പെട്ട സുഹൃത്തെന്ന് വേണമെങ്കിൽ കരിഞ്ജീരകത്തെ വിളിക്കാം. പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ കരിഞ്ജീരകം മുടിക്ക് നൽകുന്നുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറവും അതുപോലെ തിളക്കവും നൽകാൻ കറിവേപ്പിലയ്ക്ക് കരിഞ്ജീരകത്തിന് കഴിയും. രോമകൂപങ്ങളെ ബലപ്പെടുത്തി മുടി നല്ല രീതിയിൽ വളർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തി വേരിൽ നിന്ന് മുടിയെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം. നമ്മൾക്കിതെല്ലാം ചേർത്ത് എണ്ണ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. 1 ടേബിൾ സ്പൂൺ വീതം ഉലുവയും കരിഞ്ജീരകവും നന്നായി ചീനിച്ചട്ടിയിൽ വറുത്തെടുക്കുക. ഇതിൽ ചൂടാകുമ്പോൾ മിക്സിയിൽ പൊടിച്ചു മാറ്റുക. അതിനുശേഷം അടികട്ടിയുള്ള പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് 1/2 ലിറ്റർ വെളിച്ചെണ്ണയും 150 മില്ലി ആവണക്കെണ്ണയും നന്നായി ചൂടാക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കരിഞ്ജീരകവും 1 പിടി കരിവേപ്പിലയും കഴുകി വൃത്തിയാക്കി ചേർക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ 20 ചെറിയ ഉള്ളി ഇതിനൊപ്പം ചേർത്ത് നന്നായി തിളപ്പിക്കുക. എണ്ണയുടെ നിറം മാറുന്നത് വരെ തിളയ്ക്കണം. ചൂട് ആറിയ ശേഷം ഈ എണ്ണ ഒരു കോട്ടൺ തുണിയിലോ അരിച്ചെടുത്ത് കാറ്റ് കയറാത്ത കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ്. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റുകളും അയയ്ക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.